ഹലോ ഹായ് ഡിയർ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൻ. എന്തെല്ലാമാണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 മാസത്തിൻ്റെ അടുത്തായി നമ്മളൊരു ലോങ് വീഡിയോയിൽ ഇട്ടിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ഞാൻ ഇടാറുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ മാത്രം. ചില ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് എല്ലാവരിലേക്കും നോട്ടിഫിക്കേഷനൊന്നും ഇപ്പം പോകുന്നുണ്ടാവില്ല. എങ്കിലും ഈ ഒരു വീഡിയോസും ഈ ഒരു കേക്ക് അതുപോലെ ലൈഫ് സ്റ്റൈല് കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നതിനോടും വീഡിയോസ് എടുക്കുന്നതിനോടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിനോടും ഇല്ല ആ ഒരു ഇഷ്ടമൊന്നും തീരെ കുറഞ്ഞിട്ടില്ല. പിന്നെ സമയക്കുറവും മൂലമാണ് ഒന്നും ചെയ്യാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫോണിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസ് എല്ലാം ഉണ്ട്. അതിലിങ്ങനെ വെറുതെ ഡിലീറ്റ് ആക്കാൻ എന്തോ മനസ്സനുവദിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നിങ്ങളോട് 2 വർത്താനെല്ലാം പറഞ്ഞിട്ടൊരു വീഡിയോ ഇടാന്നുള്ളത്. ഇതിപ്പം നാട്ടിൽ നിന്നെടുത്ത വീഡിയോ ആണ്. ഞാനിപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത് UAE ഷാർജയിൽ വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇവിടെ സെറ്റിലായിട്ടാണ് ഉള്ളത്. അപ്പം നാട്ടിൽ നിന്ന് നമ്മൾ ഇത് മുതൽ എന്താണ് ന്യൂ ഇയറിന് ചെയ്ത കുറേ കേക്കെല്ലാം ഇല്ല, അതിൻ്റെ റീൽസ് ഇൻസ്റ്റയിൽ കാണുന്നവർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ല. അത് കൂടാണ്ട് യൂട്യൂബിൽ ഇടുന്നില്ലല്ലോ. അപ്പോൾ ആ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഇങ്ങോട്ട് വരുന്നതും ഇവിടെ സെറ്റിലായതും അതുപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ നിന്നുള്ള കേക്ക് ഓർഡേഴ്സും കാര്യങ്ങളും ഒക്കെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ സ്ഥിരമായിട്ടുള്ള വ്യൂവേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സെല്ലാം ഇട്ട് കഴിഞ്ഞാൽ 1-2 ആൾക്കാരെല്ലാം ചോദിക്കാറുണ്ട്. കുറേ ആളെല്ലാം മറന്ന് തന്നെ പറയാം. അപ്പം ആ ഒരു ഇഷ്ടം ഉള്ളതുകൊണ്ട് ഞാൻ എന്താക്കാൻ ആകുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഡിസൈന് ഇതിനെക്കുറിച്ചിട്ടെല്ലാം ഞാൻ റീൽസിൽ കുറേ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഞാനിപ്പം പറയുന്നത് ഒരുപാട് കേക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയ ആൾക്കാരോടല്ല കേട്ടോ. ഇതാ ഫസ്റ്റിലും കാണുന്ന ആൾക്കാരോടാണ്. നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ പുതിയ ബേക്കേഴ്സ് ചെറിയ ചെറിയ മക്കളൊക്കെ അല്ലേ ഇപ്പം ബേക്ക് ചെയ്ത് ഇപ്പോൾ കേക്ക് ആർക്കും ആക്കാന്നുള്ളൊരു അവസ്ഥയായില്ലേ. പണ്ട് കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതിനോടുള്ള ഒരു ഇഷ്ടവും പിന്നെ കുറച്ചൊരു ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ മാഷാ അല്ലാ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലും നിങ്ങൾക്ക് ഒരു ക്ലിക്ക് തന്നെ എല്ലാ അറിവുകളും കിട്ടും. അത് ഉറപ്പാണ്. എക്സ്പീരിയൻസ് ആക്കാനേ പ്രശ്നമില്ല, അറിവെല്ലാം കിട്ടാൻ ഈസിയാണ്. മനസ്സിലായ? അപ്പോൾ അതുമല്ല, ഇപ്പം എല്ലാവരും ഓരോരോ വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരാണ്. ആരും അങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളയാൻ ആഗ്രഹിക്കുന്നവരുമല്ല. പക്ഷേ എനിക്കിപ്പോൾ ഈ വീഡിയോസിലും കാണുമ്പോൾ ഇല്ല എൻ്റെ നാട്ടിലെ ബേക്കിംഗ് കിച്ചൺ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടെന്ന് ഇപ്പം തോന്നി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം ഭയങ്കര കൺജസ്റ്റഡ് ആണല്ലോ. ലൈക്ക് നമുക്ക് റൂം ഒരു 1 ബെഡ്റൂം ഫ്ലാറ്റൊക്കെ ആകുമ്പം കിച്ചണൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ ഇതുപോലെയുള്ള പ്രകാശമൊന്നും എപ്പം കിട്ടിയെന്ന് വരില്ല. നാട്ടിലാകുമ്പം മേലിൽ നമ്മളെ വീട്ടിൻ്റെ മേലിൽ ഒരു ഹാള് മൊത്തത്തിൽ ബേക്കിംഗ് കിച്ചണാക്കിയിട്ട് ഞാൻ വെച്ചിട്ടാണ് ഉള്ളത്. പക്ഷെ എപ്പോഴും എല്ലായ്പ്പോഴും ഒരു സ്ഥലത്ത് നിൽക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മിസ്സാകുന്നു കേട്ടോ എൻ്റെ ബേക്കിംഗ് കിച്ചനും ഈ ചെടികളും ഒക്കെ. അപ്പോൾ ഈ ഒരു കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ആ ഒരു ഷെൽ നോസിൽ യൂസ് ചെയ്തിട്ടാണ് മേലിലും താലും ഡെക്കറേഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ റിബണ് നോർമൽ റിബണ് വാങ്ങിയിട്ട് നമ്മൾ ടൈ ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തതാണ്. പിന്നെ അതിൻ്റെ കളർ വരുന്നത് ഒനിയൻ പിങ്ക് എന്നുള്ള കളറാണ്. അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഇതുവരെ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. കാട്ടൂർ കഫേ കേക്ക്സ് ആൻഡ് ബേക്സ് അതുപോലെ കാട്ടൂർ കഫേ ലൈഫ് സ്റ്റൈലൊക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ട്. യൂസ് ചെയ്യുന്നവർ അത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ബേക്കേഴ്സൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഡിസൈനിൽ നമ്മൾ സാജേ ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നോർമൽ നോസിലില്ലേ നമ്മളെ എന്താണ് റോസറ്റൊക്കെ ചെയ്യുന്ന ആ നോസിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ താഴ്ന്ന് മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു ഡിസൈൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഈ ഫിനിഷിംഗ് ഒക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേക്കെല്ലാം നിങ്ങൾക്കിപ്പോൾ ഒരു കേക്കെല്ലാം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഫിനിഷിങ് നിങ്ങൾക്ക് വലിങ്ങനായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഡിസൈനൊക്കെ സുഖമായിട്ട് ചെയ്തോളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കണം എന്നറിയാം, ക്രീമിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം കേട്ടോ. ക്രീം നമ്മളെ റിച്ച് കോൾഡിൻ്റെ ക്രീമെല്ലാം നാട്ടിൽ ഉപയോഗിക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് ശ്രദ്ധിക്കുക, അതിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കുക. ഒരുപാട് ഓവർ ബീറ്റ് ആക്കാണ്ട് നിൽക്കണം, എന്നാലേ നമുക്ക് എന്താവും നമ്മൾ ആ നോസിൽ കൂടിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ക്രീം വന്നു കഴിഞ്ഞാൽ ഈ ഡിസൈനൊക്കെ കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മേലിലുള്ളത് നമ്മൾ സ്പാറ്റിലല്ലേ അത് വെച്ചിട്ട് ജസ്റ്റ് റൗണ്ട് അടിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ജിപ്സം ഫ്ലവേഴ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ടിതാ ഇതിൽ നമ്മൾ പെരി ചിക്കനൊക്കെ എടുക്കുന്ന സമയത്ത് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളെ കിച്ചണിൽ നിന്ന് എടുത്ത വീഡിയോസാണ് കേട്ടോ.
ശരിക്കും ഞാൻ പറയാൻ എനിക്കിപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര മിസ്സിങ്. നമുക്കങ്ങനെയാണല്ല, ഇക്കരെ നിന്നാൽ അക്കരെ പച്ച, അക്കരെ നിന്നാൽ ഇക്കരെ പച്ച എന്ന് പറഞ്ഞ പോലെ ഇവിടെ കുറച്ച് നിൽക്കുമ്പോഴേക്കും അവിടെ, അവിടെ കുറച്ച് നിൽക്കുമ്പോഴേക്കും ഇവിടെ. എന്നാലും നമ്മളെ ആ ഒരു സ്പേസൊക്കെ നമുക്കൊക്കെ ഇങ്ങനെ കാണുമ്പം ഭയങ്കര മിസ്സിങ് ആണല്ലോ അല്ലേ. നമ്മളെ വീട്ടിൽ നമ്മൾ ജോലി ചെയ്ത ഓരോ മുക്കും മൂലയും ആ ഒരു കിച്ചൻ്റെ കോർണറും ഒക്കെ നമുക്ക് ഭയങ്കര പ്രീഷ്യസ് ആണ്. പ്രത്യേകിച്ചിട്ട് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കിലും അതുപോലെ ചെടിയും ഫ്ലവറും അതേപോലെ തന്നെ കിച്ചണിലെ അക്സറീസ് കാര്യങ്ങൾ ഒക്കെനോടും ഭയങ്കര ഇഷ്ടമില്ലൊരു കൂട്ടത്തിലായതുകൊണ്ട് എല്ലാം എനിക്ക് മിസ്സിങ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നത് ഡേ ഇൻ മൈ ലൈഫ് രാവിലെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ന്യൂ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണുന്നവരാണെങ്കിൽ നമ്മൾ ഈ ഒരു ചാനലിൽ ഏകദേശം എല്ലാ തരത്തിലുള്ള വീഡിയോസ് ഉണ്ട്. കുക്കിങ്ങിൻ്റെ വീഡിയോ ഉണ്ട്, കേക്കിൻ്റെ റെസിപ്പീസിൻ്റെ വീഡിയോസ് ഉണ്ട്, അതുപോലെ കേക്കിൻ്റെ ഡെക്കറേഷൻ്റെ വീഡിയോസ് ഉണ്ട്, പിന്നെ നമ്മൾ ട്രാവലിംഗ് വ്ളോഗ് ഉണ്ട്, ഒക്കെ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ കാട്ടൂർ കഫേ. ഇപ്പോൾ കഫേ എന്നുള്ളത് ഞാൻ കിച്ചണിനാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാം, എല്ലാവർക്കും കഫേ എന്ന് പറയുമ്പം ഷോപ്പ് കാര്യങ്ങളെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ഡബിൾ മൈൻഡ് ആവുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കിച്ചണിനാകുമ്പം പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് മനസ്സിലാവുമല്ലോ. കിച്ചണാകുമ്പോൾ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികളായിരിക്കും ഇതിലുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിനോ എന്ന് എനിക്കറിയില്ല. ഏകദേശം ഒരു പകുതിക്ക് മുതലുള്ള വീഡിയോസാണ് കേട്ടോ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എനിക്കെപ്പോഴും ഇല്ല ഈ കേക്ക് ചെയ്യുന്നതിനേക്കാൾ ഏറെ ഈ ഒരു പ്രകൃതിയിലെ സൺറൈസ്, സൺസെറ്റ്, ആ ഒരു സൺ കിസ് ചെയ്യുന്ന ആ ഒരു മൊമെൻ്റില്ലേ ചെടികളിലേക്കും കേക്കിലേക്കൊക്കെ വരുന്നത്, അത് എത്ര വീഡിയോ എടുത്താലും എനിക്ക് മതിയാവാത്ത പോലെയാണ് കേട്ടോ. അതിപ്പം ഇവിടെ എത്തിയിട്ടും ഉണ്ട് കേട്ടോ. ഷാർജയിൽ എത്തിയിട്ടും എൻ്റെ റൂമിൽ നിന്നൊരു ഒരു വ്യൂ കാണാനുണ്ട് റൗണ്ട് പോയിട്ട്. ഞാനത് കാണിച്ച് ഇങ്ങനെ വെറുപ്പിക്കലാണ്, അതെനിക്കറിയാം. പക്ഷെ ആ ഒരു ഇഷ്ടം കൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ. അതപ്പം എനിക്കൊരു സന്തോഷം കിട്ടുമ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അതാണ് ഈ സ്റ്റോറിയിലായിട്ട് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സന്തോഷം ഷെയർ ചെയ്യാൻ. സന്തോഷം മാത്രമല്ല കേട്ടോ ഉള്ളത്, ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ട്. അത് നമുക്ക് ഷെയർ ചെയ്യുന്നതിനെക്കൊണ്ട് നിങ്ങൾക്ക് വിഷമാവുന്നല്ലാണ്ട് അതിനെക്കൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ലല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള സൂര്യനെല്ലാം കാണുമ്പം ആർക്കെങ്കിലും ആഗ്രഹമുള്ളവർക്ക് ഇതെല്ലാം കാണുമ്പോൾ ഒരു രസം തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്കും കിട്ടുന്നൊരു സന്തോഷമല്ലേ. ഇതെല്ലാം എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവുമായിരിക്കും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ കേക്കിൻ്റെ ജിപ്സം ഫ്ലവർ യൂസ് ചെയ്യുന്നത് അത് ആദ്യം നമ്മൾ ഫോയിൽ അതിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചെറിയ തണ്ടാണ് ജസ്റ്റ് വാഷ് ചെയ്തിട്ടാണ് വെക്കാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഈ ഇളമ്പക്കൽ വാങ്ങിയതില്ലേ ഉണ്ടപ്പുട്ടലാക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇളമ്പക്ക വാങ്ങിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് ഉണ്ടപ്പുട്ടലാക്കുന്ന വീഡിയോ കുറേ കാലം മുമ്പേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ അത് പറയാൻ കാരണം എന്താ പറയുക, ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ പഴയ വീഡിയോസൊക്കെ കാണട്ടെ. നല്ല നല്ല മലബാർ ഡിഷസിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ചിക്കൻ ചില്ലി, അതുപോലെ കുട്ടികൾക്ക് വേണ്ടുന്നത് പായസം, ബിരിയാണി, ഫ്രഷ് പ്രൈസ് അടിച്ച ബിരിയാണി ഒക്കെ റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. എനിക്ക് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂലെങ്കിലും ഇങ്ങനെ കുറച്ചെല്ലാം ആയിട്ട് റെസിപ്പിയെല്ലാം ആകുമ്പോൾ ഫുള്ളായിട്ട് തന്നെ കാണിക്കലുണ്ട് കേട്ടോ. ഇതിപ്പം ഇങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ ചാനലിൽ ഏകദേശം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇത് കണ്ട ഞാൻ ആ ജിപ്സം ഫ്ലവർ അതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കേക്ക് പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു സെയിം ഡിസൈൻ തന്നെ വേറൊരു കളറിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടമായി അതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു കാട് പോലെ ഉണ്ടാ നിങ്ങൾക്ക് കാണുമ്പോൾ. ഞാനധികം ഫ്ലവർ വെച്ചാൽ എൻ്റെ ബ്രദേഴ്സ് എന്നെ കളിയാക്കുക, ഇത്താത്ത എന്താ വീട്ടിൻ്റെ അടുത്തുള്ള ചെടി തേച്ച് കേക്കിൻ്റെ മേലിൽ വെക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാട്ടോ ചോദിച്ചത്. ഈ ഒരു കേക്കിൻ്റെ തന്നെ നമ്മൾ ഒരു റീല് ചെയ്തിട്ടുണ്ട്. ഒരു 10-12 വെറൈറ്റീസ് കേക്ക് ഒറ്റൊരു റീലിൽ കൊണ്ടുവരുന്ന രീതിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ കേക്ക് ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. ഈ റീലെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഭംഗിയിൽ കുറച്ച് ക്ലാസ് ആയിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന റീലൊന്നും വലുതായിട്ട് അങ്ങനെ ഓടുകയൊന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ ചിലപ്പം വിചാരിക്കാണ്ട് ചെയ്യുന്ന റീലെല്ലായിരിക്കും നല്ലോണം അങ്ങ് റീച്ച് ആവാം. അത് ഭയങ്കര ലക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ലേ. പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് ബ്രൗണീൻ്റെ ടബൊക്കെ സെയിലിന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു സ്റ്റോറീസിലൊക്കെ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ബ്രൗണി സ്റ്റാർട്ട് ചെയ്യണത്ര കേട്ടോ. ഞാനിപ്പോൾ ഈ ബ്രൗണി കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു കൊതിയായ പോലെയായി. ചില ബ്രൗണി ഞാൻ വന്നിട്ട് ഇവിടുന്ന് ചെയ്യണത്ര.
ഇപ്പോൾ കേക്കൊക്കെ സ്റ്റാർട്ടാക്കിയിട്ട് വെച്ചാൽ നമ്മളിവിടെ റൂം മാറലും ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ പുറകിലായിരുന്നു. നിങ്ങൾക്കറിയാലോ റൂം മാറുന്നതല്ല, നമ്മളൊരു ബേക്കറാകുമ്പം എത്രമാത്രം സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരണം എന്നറിയാം. നോർമൽ സാധനങ്ങൾ വേറെ കുക്ക് ചെയ്യുന്നത്, ബേക്ക് ചെയ്തത് ശരിക്കും ഒരു ഷെൽഫ് നിറച്ച് നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ ഓരോരോ മോഡൽ ചെയ്യുന്തോറും നമുക്ക് മോൾഡ് ആയാലും കട്ടേഴ്സ് ആയാലും ഒക്കെ കൂടി വരയില്ലേന്ന്. അപ്പോൾ അതിന് കണക്കായിട്ട് നമുക്ക് സ്പേസും വേണമല്ലോ. അപ്പോൾ ഇവിടെ സ്പേസിൻ്റെ കാര്യത്തിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് നാട്ടിൽ നിന്നൊക്കെ ചെയ്യുന്നവരോട് ഞാൻ പറയാം, നമുക്ക് ഈ ഒരു ബേക്കിംഗ് കിച്ചണിൽ ഉണ്ടാകുന്നതും നമ്മളെ ആ ഒരു സ്പേസ് കിട്ടുന്നതും ഭയങ്കര ഒരു ഭാഗ്യമാട്ടാ. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു പാത്രം എടുത്ത് ക്രീം ബീറ്റ് ചെയ്ത് എന്നപാട് അതെടുത്ത് കഴുകി വെക്കണം, എന്നാലേ നമുക്കവിടെ സ്പേസ് കിട്ടുള്ളൂ. ഞാനിവിടെ എത്തിയിട്ട് എൻ്റെ കിച്ചണിലുള്ള സംഭവങ്ങളെല്ലാം ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പം കാണുന്നതില്ലേ അതിൻ്റെ ഇടയിൽ ഒരു കല്യാണമൊക്കെ കൂടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഷൂട്ട് ചെയ്തതാണ്. നിർഭാഗ്യവശാൽ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇതെന്താണെന്നുള്ളത് ചെയ്യുന്നത്? ഇത് ഗുലാബ് ജാമുൻ തന്നെയാണ്. എന്താ അത് സംഭവം? എനിക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല? ഗുലാബ് ജാമുൻ അല്ല, മറ്റേ എന്താണ് ഇപ്പം അതിൻ്റെ പേര്, എന്താണ്, ഡംപ്ലിങ്ങാ? അതാറ്റാൻ തോന്നുന്നില്ല. അതിൻ്റെ മേല് വൈറ്റ് സീസം സീഡ്സൊക്കെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കാണുന്നുണ്ട്, അതന്നെയും തോന്നുന്നു. അപ്പം ഇതൊരു കല്യാണ വീട്. ആ കല്യാണ വീട്ടിൽ പോയപ്പോൾ ഒരു കിച്ചൺ കണ്ട്. അപ്പോൾ ഇതാ ബ്രെഡിൻ്റെ സ്പ്രൈസ്, അതുപോലെ തന്നെ ഇത് എനിക്കൊന്ന് പഴയ കിച്ചന് അവർ വീണ്ടും റിനോവേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കിച്ചന്, ബെഡ്റൂം, ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എടുത്ത വീഡിയോസാണ് കേട്ടോ. ഇതിപ്പം മൊത്തത്തിൽ എല്ലാം ആയി, വീടുമായി, കുക്കിങ്ങുമായി, അതുപോലെ ബേക്കിങ്ങുമായി. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. തളിപ്പറമ്പിലുള്ള എൻ്റെ ഉപ്പാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ആളുടെ മോളുടെ കല്യാണത്തിന് പോയ സമയത്ത് അവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം സെറ്റും കാര്യങ്ങളൊക്കെ. കല്യാണത്തിൻ്റെ വീഡിയോ, കല്യാണ ദിവസം പെണ്ണിൻ്റെ അറ അങ്ങനെ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്റ്റെൻസിൽ വർക്ക് ചെയ്തിട്ടുള്ള 2 ടയർ കേക്കാണ് കേട്ടോ. ആ ഒരു വീട്ടിലേക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യുമ്പോൾ ഇല്ലേ കേക്ക് നല്ലോണം ചിൽഡായിരിക്കണം. അതുപോലെ ക്രീം, ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ചെയ്ത കേക്ക് നോക്കിയത് ക്രീം കറക്റ്റായിട്ട് വന്നിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീം നല്ലോണം ഓവർ ബീറ്റായിട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റെൻസിൽ വെച്ചിട്ട് അത് വലിച്ചെടുക്കുമ്പം കുറച്ച് കട്ടയിലെ ക്രീമല്ലേ, അത് വലിച്ചെടുക്കുമ്പം അത് നമ്മൾ അതിൻ്റെ മേലിൽ കൊടുത്ത ആ പിന്നെ ഫൈനൽ കോട്ട് ചെയ്ത ആ ഒരു ക്രീം അടക്കം വരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റെൻസിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല സ്മൂത്ത് ആയിരിക്കണം കേട്ടോ. എന്നിട്ട് ഒരുപാട് നമ്മൾ സ്റ്റെൻസിൽ അതിനോട് ഭയങ്കരമായിട്ട് അമർത്തി വെക്കാനും പാടില്ല. ജസ്റ്റ് കൊണ്ടില്ല എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കണം സ്റ്റെൻസിൽ ആ കേക്കിന് മേലിൽ വെക്കേണ്ടത്. എന്നിട്ട് എന്താ ആ ക്രീം അപ്ലൈ ചെയ്തിട്ട് പതുക്കനെ വലിച്ചെടുക്കാൻ കേട്ടോ. ഇല്ലെങ്കിലില്ലേ നല്ല ഹാർഡായിട്ടുള്ള ക്രീമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫിനിഷിങ് ചെയ്ത ക്രീം അടക്കം പുറത്തേക്ക് ഊരി വരും. അപ്പോൾ അത് പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം പ്രത്യേകിച്ച് വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ മേലെ ചെയ്യുമ്പം ആ ഒരു നെയ്ക്കിൽ മാത്രമേ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ബട്ടർ ക്രീം കേക്കാണെങ്കിൽ പിന്നെ വിഷയമില്ല, നമുക്കത് സ്മൂത്തായിട്ട് എടുക്കുകയും ചെയ്യാം, നല്ല അടിപൊളി ഡിസൈനായിട്ട് വരികയും ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നത് നമ്മൾ പ്ലം കേക്ക് ആക്കിയതാണ്. ഈ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ റെസിപ്പിയാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ക്രിസ്മസ് ആകുമ്പോൾ എന്തായാലും എനിക്ക് ആ ഒരു വീഡിയോ ഒന്നും കൂടി അത് വൈറലാവാറുണ്ട്. ഈ ഒരു റെസിപ്പി കണ്ടിട്ട് തന്നെ 40ഉം 50ഉം 100ഉം ആൾക്കാർ പിന്നെ പ്ലം കേക്ക് ആക്കി കൊടുത്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിച്ചതുണ്ട്. നിങ്ങളതിൻ്റെ കമൻറ്റ് സെക്ഷൻ തന്നെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റില്ല പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടെങ്കിൽ മസ്റ്റ് ട്രൈ റെസിപ്പിയും കൂടിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇതാ നമ്മൾ കേക്ക് ഇതുപോലെ ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ അകത്ത് ഡബിൾസ് ഇറക്കി വെക്കാറുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് ബഡ്ജായി പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് തണുക്കണം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് കേക്ക് നല്ല ഭംഗി തന്നെ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇൻസേർട്ട് ചെയ്താലും അത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കില്ല. ഇല്ലെങ്കിൽ അത് പിന്നെ ഓരോരുത്തരുടെ കേക്ക് വ്യത്യസ്തമായിരിക്കും. നമ്മളിനി എത്ര പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഓരോരാളുടെ കൈയിൻ്റെ ഒരു പുണ്യമുണ്ട്. അത് കൂടാണ്ട് അവരവർ ഇപ്പം ഒരാൾ കുറച്ച് അധികം ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നവർ, ചില ആൾക്കാർ കുറച്ച് ആഡ് ചെയ്യുന്നവരുണ്ട്, ചില ആൾ ക്രീം കുറച്ച് അധികം ആഡ് ചെയ്യുന്നവരുണ്ട്, ചില ആൾ അതിൻ്റെ ഫില്ലിങ്സ്, അങ്ങനെ പല ആൾക്കാരും ചെയ്യുന്ന കേക്ക് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മനസ്സിലായി? ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ബിരിയാണീൻ്റെ റെസിപ്പി കണ്ടാൽ ആ ഒരു ബിരിയാണി 5 ആൾ അയക്കാൻ 5 ഒരേ ടേസ്റ്റ് അല്ലല്ലോ, അത് ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഓരോരാളുടെ കൈപ്പുണ്യം, ഓരോരാൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോരുത്തരുടെ കേക്കിൻ്റെ ടേസ്റ്റും
അതുപോലെ തന്നെ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് അവരുടെ കേക്കിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുക. ഒരിക്കലും നമ്മൾ ഇന്ന് കേക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണമെന്നേ ഇല്ല. എന്തായാലും ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കേക്ക് നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് പുറത്തില്ല കവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലേ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ബേബി ഷവർ തീം കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. മാറ്റ്, അതുപോലെ തന്നെ ബേബി. പിന്നെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ കളർ നമ്മൾ എടുത്തിട്ടുള്ളത് ഐവറി കളറാണ് കേട്ടോ. ഐവറി കളറിൽ കേക്ക് ചെയ്തിട്ട് ഓ ബേബി എന്നില്ല ആ ടോപ്പർ ഫ്രണ്ടിൽ വെച്ചിന്. പിന്നെ ഇതാ കുറച്ച് ഫോക്സ് ബോൾസും മേലിലും താഴെയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബേബിനെ കടത്തിയിട്ട് ബേബിനെ കവർ ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കേക്കും കൂടിയാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ കുറച്ച് ഗോൾഡൻ ടെസ്റ്റ് ഇതാ മേലിലും താഴെയൊക്കെ ആയിട്ട് അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ സിൽവർ കളറും ഉണ്ട്, ബ്രോൺസിൻ്റെ കളറും ഉണ്ട് കേട്ടോ. ഈ ഗോൾഡൻ ഡസ്റ്റ് അല്ല, സോറി, ഗോൾഡൻ ലീവ്സ്. പിന്നെ അതിൻ്റെ മേലിതാ ചെറിയൊരു കാണാൻ വേണ്ടി ഭംഗിക്ക് അതും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ കേക്കിൽ നമ്മൾ പുറത്ത് വെളിച്ചത്ത് വെക്കുമ്പോഴും അകത്ത് വെളിച്ചത്ത് വെക്കുമ്പോഴും 2 കളറായിട്ടാണ് ഫീൽ ചെയ്യുക. ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്തില്ലേ വീട്ടിൻ്റെ ഉള്ളിൽ ഈ ഒരു ലൈറ്റിന് ഇപ്പോൾ കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് കണ്ട ഈ ഒരു ലൈറ്റിന് ഒരു കളറായിരിക്കും, നമ്മൾ നാച്ചുറൽ സൺലൈറ്റിന് വേറൊരു കളറായിരിക്കും. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലും കോർണറിൽ നല്ല പെയിൻറ് ഉണ്ടാവുമല്ലോ റൂമിൽ, ആ പെയിൻറ്റിൻ്റെ കളർ വരെ നമ്മൾ കേക്കിന് റിഫ്ലക്റ്റ് ചെയ്യും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അങ്ങനെ ഓരോ സ്ഥലത്തിലും വെച്ചിട്ട് നമുക്ക് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചതിനെ പിന്നെ നമുക്ക് അവിടെ ഫിക്സ് ആക്കാം. പിന്നെ കുറേ ഓർഡേഴ്സൊക്കെ വരുമ്പോൾ ഇല്ല നമുക്ക് ഒരുപാട് ഇങ്ങനെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് സമയം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ഭയങ്കര ഹെഡേക്കായിട്ട് വരും. നമുക്ക് പണി തീരാത്ത പോലെ തോന്നും. എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഒരുപാട് ടൈം ഫോട്ടോസിന് വേണ്ടിയിട്ട് തന്നെ കളയും. പക്ഷേ ഇപ്പം വളരെ കുറച്ച് കഴിയുന്നില്ല. ചില ഫോട്ടോസ് നമുക്ക് കുറേ എടുക്കുകയും ചെയ്യും, അത് ഡിലീറ്റ് ആക്കാനും കഴിയില്ല. അതുപോലെ തന്നെ ഇതിൽ സ്റ്റോറേജിൻ്റെ പ്രശ്നവും ഉണ്ടാവും. അത് കൂടാണ്ട് എന്താണ് പിന്നെ നമുക്ക് അടുത്ത കേക്ക് ചെയ്യാനുള്ള എനർജി കൂടി നഷ്ടപ്പെടും. അപ്പം ഞാനിപ്പം ചെയ്യുന്നത് വെച്ചാൽ അത്യാവശ്യം പോലെ ഇപ്പം ഷാർജയിലെത്തിയോണ്ട് പിന്നെ കൂടുതൽ സ്ഥലമൊന്നും ഇല്ല കുറേ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഹാളിലും ഒരു കിച്ചണിലും കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. നാട്ടിലെ പോലെ നമുക്ക് വീട്ടിൽ എല്ലാ ഭാഗത്തും ഓടി നടന്നിട്ടൊന്നും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാ നേരത്തെ പറഞ്ഞ ആ ഒരു കേക്കിൻ്റെ സ്റ്റെൻസിൽ വർക്ക് ഞാനിതാ റിമൂവ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഭാഗത്ത് കണ്ട കുറച്ച് കുറഞ്ഞിട്ട് ഈ ഫസ്റ്റ് ഭാഗത്ത് ഞാൻ ചെയ്തത് ക്രീം കറക്റ്റായിരുന്നു. അതാണ് ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരുന്നത്. ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കണം, അവിടെ കറക്റ്റാണ്. ബാക്ക് ഭാഗം എത്തുമ്പോൾ എന്താക്കി ഞാൻ ക്രീം കുറച്ച് ഹാർഡായിട്ടാണ് ബീറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിന്ന് പറിച്ചെടുക്കുമ്പോഴാണ് ആ ഒരു ഫിനിഷിങ് അല്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു കളറും ഈ ഫ്ലവറൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. നേരത്തെ കേക്ക് പറഞ്ഞതിൻ്റെ തന്നെ വേറൊരു രീതിയിലുള്ളത്. അപ്പോൾ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റായി. ഇതാ ബോക്സ്, പിന്നെ നമ്മുടെ നെയിം, സ്റ്റിക്കർ കാര്യങ്ങൾ ഒക്കെ സെറ്റാക്കിയിട്ട് നമ്മളിത് എനിക്കൊന്ന് എൻഗേജ്മെൻറ്റിന് മറ്റും ഞാൻ കൊടുത്ത കേൾക്കാൻ തോന്നും. ഇനി നമ്മൾ ചെയ്യുന്നത് വേഫർ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ആ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ വേഫർ ഷീറ്റിൻ്റെ ഒരു കേക്ക്. അതുപോലെ തന്നെ റോസ് പെറ്റൽസ്, ഈ റോസ് വലിയ പെറ്റൽസ് ഉണ്ടായിരുന്നു, അതിൽ കുറേ എണ്ണം റിമൂവ് ആക്കിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്താക്കി ഈ വേഫർ ഷീറ്റ് ഒരുപോലെ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ റോസ് വെക്കുക. പിന്നെ റോസിൻ്റെ പെറ്റൽസ് മേലിൽ വെച്ചത് അത് നമുക്ക് എന്നേരം തോന്നുന്നൊരു ഐഡിയ ആണ് കേട്ടോ. ആ ഒരു ഐഡിയയിലാണ് ഞാനത് വെച്ചിട്ടുള്ളത്. പിന്നെ നടുക്കായിട്ടൊരു ചെറിയ ക്യാൻഡിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും സൈഡിനേക്കാളും ഇഷ്ടമായത് മേലിൽ വെച്ച ആ ഒരു പെറ്റൽസാണ് കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്കിപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പം എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, സെയിം കേക്ക് ചെയ്തു തരുമോ എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു സെയിം കേക്ക് ചെയ്തു തരാം, പക്ഷേ ആ ഫ്ലവറിൻ്റെ കളറൊന്ന് മാറ്റിക്കോട്ടോന്ന്. അപ്പോൾ എനിക്ക് ഫോട്ടോയിൽ ഡിഫറെൻറ്റ് ഇത് കിട്ടുമല്ലോ. അങ്ങനെ പറഞ്ഞാലും നല്ല കസ്റ്റമേഴ്സാണ് കേട്ടോ. മാഷാ അല്ലാഹ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് നല്ല കസ്റ്റമേഴ്സാണ്. ഇനിയും അങ്ങോട്ട് അങ്ങനെ ആവാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ അയൽവാസികൾക്കെല്ലാം ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു ടെൻഡർ കോക്കനട്ട് ആണ് തോന്നുന്നു ഫ്ലേവർ, ഉറപ്പില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് സീ യു വിത്ത് അനദർ വീഡിയോ.